ഹായ്, വെൽക്കം ടു മാഡ്സ് മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെക്കുറിച്ചും അവരുടെ സൃഷ്ടികളെക്കുറിച്ചും സർഗാത്മകതകളെക്കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഫെല്ലിനി എന്ന പേരിൽ വളരെ പ്രശസ്തനായ സിനിമാ സംവിധായകനാണ് ഫെഡറിക്കോ ഫെല്ലിനി. 1920 ജനുവരി 20 ഇറ്റലിയിലെ റെമിനി എന്ന സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള കടൽത്തീര ഗ്രാമത്തിലാണ് ഫെല്ലിനി ജനിച്ചത്. ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ ഏജന്റായിരുന്ന ഉർബോനോ ഫെല്ലിനിയുടെയും ഐഡ ബാബിയാനിയുടെയും മകനായിരുന്നു ഫെല്ലിനി. റെമിനി നഗരത്തിലെ മനോഹരമായ കടൽ തീരവും തെരുവ് കലാകാരന്മാരുടെ മാസ്മരിക പ്രകടനവും സർക്കസ് കലാകാരന്മാരുടെ കായിക പ്രകടനവും എല്ലാം ഫെല്ലിനിയുടെ ബാല്യകാല ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് പിന്നീട് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയായ അമർകോഡ് വെളിപ്പെടുത്തുന്നത്. സർക്കസ് കലാകാരന്മാരുടെ മാസ്മരിക പ്രകടനവും പൊതു ആഘോഷങ്ങളും അക്കാലത്ത് റെമിനി നഗരത്തെ സാംസ്കാരിക സമ്പന്നമാക്കിയിരുന്നു. ഇതിന്റെ എല്ലാം ജ്വലിക്കുന്ന സ്മരണകളാണ് ഫെല്ലിനി പിന്നീട് തന്റെ ചലച്ചിത്രങ്ങളിൽ വളരെ സമൃദ്ധമായി പുനരാവിഷ്കരിച്ചത്. അതേക്കുറിച്ചെല്ലാം വളരെ വിശദമായി പിന്നീട് പറയാം. പുരാതന കത്തോലിക്ക സ്കൂളിലായിരുന്നു ഫെല്ലിനിയുടെ ബാല്യകാല വിദ്യാഭ്യാസം. മതാചാരങ്ങളും പുരോഹിതന്മാരും അവരുടെ സാമൂഹ്യമായ ഇടപെടലുകളും ഫെല്ലിനിയുടെ പിന്നീടുണ്ടായ ചലച്ചിത്രങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ബാല്യകാലത്ത് തന്നെ കാർട്ടൂൺ ചിത്രരചനയിൽ മിടുക്കനായിരുന്ന കുഞ്ഞു ഫെല്ലിനി തന്റെ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും സ്കെച്ചുകൾ വരച്ച് അവരെ വിസ്മയിപ്പിക്കാറുണ്ടായിരുന്നു. 19ാമത്തെ വയസ്സിൽ 1939 നിയമം പഠിക്കുന്നതിനു വേണ്ടി ഫെല്ലിനി റോമിലേക്ക് കുടിയേറി. റോമിൽ നിയമ വിദ്യാർത്ഥിയായി തുടർന്നെങ്കിലും ഫെല്ലിനിയുടെ ലോകം മറ്റു പലതുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചിത്രരചന, കാർട്ടൂണുകൾ, മാസികകൾക്കുള്ള എഴുത്ത്, റേഡിയോ സ്കിറ്റുകൾ എന്നിവയിലായിരുന്നു. പിന്നീട് സിൻസിറ്റ സ്റ്റുഡിയോയിലെ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടപ്പോൾ നിയമ പഠനം പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇതിനിടെ മാർക്ക് ഒറേലിയോ എന്ന ഹാസ്യ സറ്റയർ മാസികയിൽ കാർട്ടൂണിസ്റ്റായി അദ്ദേഹം ജോലി ചെയ്തു. ചെറുകഥകളും വിചിത്ര കഥാപാത്ര രചനകളുമായി അദ്ദേഹം ശ്രദ്ധേയനായി. 2ാം ലോക മഹായുദ്ധകാലത്ത് ഫെല്ലിനി റേഡിയോ സ്കിറ്റുകളും ഹാസ്യ പരിപാടികളും എഴുതി തുടങ്ങി. 1943 അദ്ദേഹം പിന്നീട് തന്റെ ഭാര്യയായി മാറിയ അഭിനേത്രിയായ ജൂലിയറ്റ മസീനയെ കണ്ടുമുട്ടി. അത് ഫെല്ലിനിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. ഇതിനിടെ ഫെല്ലിനിയുടെ കാർട്ടൂണുകളും കഥകളും സിനിമാ സംവിധായകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം സിനിമാ സെറ്റുകളിൽ ഗാഗ് റൈറ്റർ, അതായത് ചിരിപ്പിക്കുന്ന ചെറിയ രംഗങ്ങൾ എഴുതുന്നയാൾ, അങ്ങനെ ജോലി ചെയ്തു തുടങ്ങി. റോബർട്ടോ റെസിലിനി എന്ന അക്കാലത്തെ നിയോ റിയലിസത്തിന്റെ മഹാനായ സംവിധായകൻ ഫെല്ലിനിയെ സഹസ്ക്രിപ്റ്റ് എഴുത്തുകാരനാക്കി മാറ്റി. റോം, ഓപ്പൺ സിറ്റി തുടങ്ങിയ ചിത്രങ്ങളിൽ ഫെല്ലിനി അദ്ദേഹവുമൊത്ത് സ്ക്രിപ്റ്റിൽ സഹകരിച്ചു. 1946 പുറത്തിറങ്ങിയ പൈസ എന്ന ചിത്രത്തിലെ സഹരചനയാണ് ഫെല്ലിനിയെ അന്താരാഷ്ട്ര സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം 1950 സഹരചനയിൽ നിന്ന് സംവിധാനത്തിലേക്ക് ഫെല്ലിനി ചുവടുവെച്ചു. ആൽബർട്ടോ ലറ്റൂഡോയുമായി ചേർന്ന് വെറൈറ്റി ലൈറ്റ്സ് എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു. എന്നാൽ തന്റെ ആദ്യ സ്വതന്ത്ര സംവിധാനം 2 വർഷങ്ങൾക്ക് ശേഷം 1952 ദ വൈറ്റ് ഷീക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു. നവദമ്പതികളായ ഇവാൻ കാവല്ലിയും വാണ്ട കാവല്ലിയും തങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കാൻ റോമിൽ എത്തുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. മതബോധത്തിലും സാമൂഹ്യപരമായ ഉത്തരവാദിത്വ ബോധത്തിലും ജീവിക്കുന്ന വളരെ സെൻസിറ്റീവായ കഥാപാത്രമാണ് ഇവാൻ. റോമിൽ എത്തുന്നതിന് പിന്നിൽ അയാൾക്ക് മറ്റൊരു നിക്ഷിപ്ത താല്പര്യം കൂടിയുണ്ട്. റോമിലെ പാപ്പയെ ഭാര്യയെ കാണിക്കണം, അനുഗ്രഹം വാങ്ങണം. ഇത് ഭാര്യയായ വാണ്ടയ്ക്ക് അറിയുമായിരുന്നില്ല. ഇവയുടെ സ്വഭാവത്തിന് നേർവിപരീതമാണ് വാണ്ടയ്ക്ക്. തികച്ചും സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു യുവതി. ഫോട്ടോ മാഗസിനുകളിൽ വരുന്ന നായക കഥാപാത്രങ്ങളെ ആരാധിക്കുന്ന ഒരു പാവം പെൺകുട്ടി. അത്തരമൊരു നായക കഥാപാത്രമായ വൈറ്റ് ഷീക്ക് എന്ന കഥാപാത്രത്തെ നേരിട്ട് കാണാനുള്ള അദമ്യമായ ആഗ്രഹം മൂലം വാണ്ട അയാളെ കാണുവാൻ പുറപ്പെടുന്നു. എന്നാൽ നേരിൽ കാണുമ്പോൾ വാണ്ടയുടെ സകല പ്രതീക്ഷകളും തെറ്റുന്നു. കഥയിലെ വീരപുരുഷൻ യഥാർത്ഥത്തിൽ സ്വാർത്ഥനും അല്പം മണ്ടനുമായ ഒരു സാധാരണ കഥാപാത്രമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇതിനിടെ ഭാര്യയെ കാണാനില്ലാത്ത സാഹചര്യം മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഇവാൻ വളരെയേറെ ദുഃഖിതനാണ്. സമൂഹത്തിന്റെ ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കുന്ന അതിഗൗരവ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന പുരുഷന്മാരുടെ ഒരു പ്രതിനിധി. തെറ്റിദ്ധാരണകൾക്കേറ്റ തിരിച്ചടിയിൽ മനം മാറി ഭർത്താവിനെ തേടി വാണ്ട തിരികെ എത്തുന്നു. ഭാര്യയുടെ ഒളിച്ചോട്ടം സാമൂഹ്യപരമായ മാന്യത തിരിച്ചടിയാകുമോ എന്ന് ഭയക്കുന്ന ഇവാൻ ആദ്യമൊന്നും വാണ്ടയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അവസാനം ഇവാൻ വാണ്ടയെ സ്വീകരിക്കുന്നതും ഇരുവരും ഒന്നിച്ച് പാപ്പയെ കാണുന്നതും
ചടങ്ങിൽ സംബന്ധിക്കുന്നതുമാണ് സിനിമയുടെ അവസാന ഭാഗങ്ങൾ. പാപ്പയെ കാണുന്ന നൂറുകണക്കിന് ആളുകളിൽ ഏറ്റവും പെർഫെക്റ്റ് കപ്പിൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. മാധ്യമ സൃഷ്ടികളായ വീരനായകരുടെ യഥാർത്ഥ ജീവിതത്തിലെ പൊള്ളത്തരങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ ഫെല്ലിനി വരച്ചിടുന്നു. തന്റെ ആദ്യ ചിത്രമായ ദ വൈറ്റ് ഷീക്ക് സാമ്പത്തികമായി ഒരു ആവറേജ് വിജയമായിരുന്നെങ്കിലും ചലച്ചിത്ര രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിക്കാൻ ഫെല്ലിനിക്ക് ഇതിലൂടെ സാധിച്ചു. തൊട്ടടുത്ത വർഷം, അതായത് 1953 ഫെല്ലിനിയുടെ ആത്മകഥാംശം നിറഞ്ഞ ഒരു മഹത്തായ ചിത്രം പുറത്തിറങ്ങി, വിറ്റലോണി. ഇറ്റാലിയൻ ഭാഷയിൽ കാളക്കിടാങ്ങൾ എന്നാണ് ഇതിനർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ അലസരായ ഉന്മാദിച്ചു നടക്കുന്ന 5 യുവാക്കളുടെ കഥ. ഫെല്ലിനിയുടെ ജന്മനാടായ കടൽത്തീര പട്ടണമായ റെമിനിയെ ഓർപ്പിക്കുന്ന വിധം ഒരു കടൽത്തീര പട്ടണത്തിലാണ് കഥ നടക്കുന്നത്. ഫ്യൂസ്റ്റോ, മൊറാൾഡോ, ലിയോപോൾഡോ, ആൽബർട്ടോ, റിക്കാർഡോ തുടങ്ങി 5 യുവാക്കളുടെ കഥ. ഒരു സൗന്ദര്യ മത്സരത്തിന്റെ വിഷ്വലോട് കൂടിയാണ് ചിത്രം ആരംഭിക്കുന്നത്. കൂട്ടത്തിൽ ഒരുവനായ മൊറാൾഡോയുടെ സഹോദരി സാന്ദ്ര മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഫോസ്റ്റോ അവളുമായി ഇടപഴകുകയും അതിനവസാനം അവൾ ഗർഭിണിയാവുകയും ചെയ്യുന്നു. നിർബന്ധത്തിന് വഴങ്ങി ഫോസ്റ്റോ അവളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും തന്റെ സ്വതസിദ്ധ സ്വഭാവമായ പരസ്ത്രീ ഗമനം അയാൾ ഉപേക്ഷിക്കുന്നതേ ഇല്ല. ഇതിനിടയിൽ സുഹൃത്തുക്കളിൽ ഒരാളായ നാടകകൃത്തായ ലിയോപോൾഡോ തന്റെ നാടകം രംഗാവിഷ്കാരം നടത്തുന്നതിനായി തിരക്കഥ ഒരു പ്രധാന നടന് വായിക്കാൻ കൊടുക്കുന്നതും തുടർന്ന് അയാൾ ലൈംഗിക ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് അയാൾ തകർന്നു വീഴുന്നു. വിജയയാത്രക്കിടയിൽ തളർന്നു വീണ് തേങ്ങിപ്പോകുന്ന മറ്റൊരു യുവ പ്രതീകം. മറ്റൊരു അംഗമായ ആൽബർട്ടോ മാതൃസ്നേഹത്താൽ കുടുംബത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന മറ്റൊരു യുവ പ്രതീകമായി നിലകൊള്ളുന്നു. തികച്ചും ഒരു ഇറ്റാലിയൻ മമ്മാസ് ബോയ്. സംഗീതത്തിൽ വ്യക്തമായ ലക്ഷ്യം കൈവരിക്കാനാകാതെ കുഴങ്ങുന്ന റിക്കാർഡോയും അവരോടൊപ്പമുണ്ട്. യൗവനത്തിന്റെ അലസതയും ദിശാരാഹിത്യവും കുടുംബവും ഉത്തരവാദിത്വവും സ്വപ്നങ്ങളും നിരാശയും യാഥാർത്ഥ്യവും രക്ഷപ്പെടലും അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ അവസ്ഥാന്തരങ്ങൾ അവിസ്മരണീയമായ വിധത്തിൽ ഇഴപാകിയെടുത്ത ഒരു മനോഹര ചിത്രം. ആ ജീവിതങ്ങളുടെ തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടിയത് മൊറാൾഡോ മാത്രം. അയാളുടെ ഒരു ട്രെയിൻ യാത്രയോടുകൂടിയാണ് ചിത്രം അവസാനിക്കുന്നത്. സംവിധായകനെ തന്നെ ചെറുപ്പകാലത്ത് റോമിലേക്ക് കുടിയേറ്റം നടത്തിയത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ആത്മകഥാംശം നിറഞ്ഞ അവസാന രംഗങ്ങൾ. ഫെല്ലിനിയെ ഇറ്റാലിയൻ സംവിധായകർക്കിടയിൽ പ്രശസ്തനാക്കിയ ചിത്രം. ഫെല്ലിനിയുടെ ജീവിതവും ലോകദർശനവും സിനിമയായി മാറിയ ആദ്യത്തെ മഹത്തായ ചിത്രം. ലാ സ്ട്രാഡ, നൈറ്റ്സ് ഓഫ് കബീരിയ, ലാ ഡോൾസ്, വിയാജ് പോലുള്ള പിന്നീട് വന്ന മഹത്തായ ചിത്രങ്ങൾക്ക് വിത്ത് വിതച്ച ചിത്രം. യൗവനത്തിന്റെ അർത്ഥശൂന്യത ലോക സിനിമയിൽ ആദ്യമായി യാഥാർത്ഥ്യത്തോടെ വരച്ചു കാട്ടിയ സിനിമ. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളാണ് ഈ ചിത്രത്തിലൂടെ ഫെല്ലിനി നേടിയെടുത്തത്. തൊട്ടടുത്ത വർഷം 1954 ഫെല്ലിനിയുടെ എവർഗ്രീൻ മാസ്റ്റർ പീസ് എന്ന് ആരാധകർ പാടിപ്പുകഴ്ത്തിയ ലാ സ്ട്രാഡ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. ജെൽസോമിന എന്ന നിരപരാധിയായ പെൺകുട്ടിയെ അവളുടെ അമ്മ സമ്പാനോ എന്ന തെരുവ് ശക്തി പ്രകടനക്കാരന് വിൽക്കുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത്. സമ്പാനോ ഗ്രാമങ്ങളിൽ ഇരുമ്പ് ചങ്ങല പൊട്ടിക്കുന്ന കലാപ്രകടനം നടത്തി ജീവിതം നടത്തുന്നവനാണ്. ജെൽസോമിന അവന്റെ സഹായിയായി മൃദംഗം വായിച്ച് ആളുകളെ വിളിക്കുന്ന ജോലി ഏറ്റെടുക്കുന്നു. പക്ഷേ സമ്പാനോ ക്രൂരനും സ്വാർത്ഥനുമായിരുന്നതിനാൽ അവളെ നിരന്തരം അവഹേളിക്കുകയും അടിക്കുകയും ചെയ്യുന്നു. ജെൽസോമിനയ്ക്ക് പക്ഷേ അയാളെ പിരിയുവാൻ സാധിക്കുമായിരുന്നില്ല. യാത്രക്കിടെ അവൾ ഇൽമറ്റോ എന്ന സന്തോഷവാനായ ക്ലൗണിനെ കാണുന്നു. ജെൽസോമിനയ്ക്ക് അയാളോട് മാനസികമായി വല്ലാത്ത അടുപ്പം തോന്നുന്നു. അവളുടെ ദൈന്യതയിൽ അയാൾക്കും അവളെ ഇഷ്ടമാകുന്നു. അവളെ പ്രചോദിപ്പിക്കാൻ അയാൾ തൽപരനായിരുന്നു. ഒരിക്കൽ അയാൾ അവളോട് പറയുന്നുണ്ട്, ഒരു കല്ലിന് പോലും ലോകത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ വാക്കുകൾ ജെൽസോമിനയുടെ മനസ്സിൽ വലിയ അർത്ഥം വിതയ്ക്കുന്നു. എന്നാൽ സമ്പാനോയ്ക്കും ഇൽമറ്റോയ്ക്കുമിടയിൽ വൈരാഗ്യമുണ്ടാവുകയും അവർ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. വഴക്കിനൊടുവിൽ സമ്പാനോ ഇൽമറ്റോയെ ക്രൂരമായി കൊന്നുകളയുന്നു. ഈ സംഭവം ജെൽസോമിനയുടെ മനം തകർക്കുന്നു. അവൾ പതുക്കെ മാനസികമായി ക്ഷയിക്കുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സമ്പാനോ ജെൽസോമിനയെ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് യാത്ര തുടരുന്നു. പിന്നീട് ഒരു പരിചയക്കാരനിൽ നിന്ന് സമ്പാനോ അറിയുന്നു ജെൽസോമിന രോഗബാധിതയായി ഒറ്റപ്പെട്ടു മരിച്ചുപോയെന്ന്. ഈ വാർത്ത കേട്ട് സമ്പാനോയുടെ കരൾ പൊട്ടുന്നു. അവൻ ആദ്യമായി സ്വന്തം കുറ്റവും ക്രൂരതയും തിരിച്ചറിയുന്നു. ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് കടൽ തീരത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് മാനസികമായി തകർന്നടിയുന്ന സമ്പാനോയെയാണ് നമ്മൾ കാണുന്നത്. ഗ്രാമീണ ഇറ്റലിയുടെ യഥാർത്ഥ സാഹചര്യങ്ങൾ നിയോ റിയലിസം വഴിയും പോയറ്റിക് സിംബോളിസം വഴിയും മനോഹര രീതിയിൽ ചാലിച്ചെടുത്ത ചലച്ചിത്ര കാവ്യം.
മാത്രമല്ല ഓസ്കാർ അവാർഡ് നേടുന്ന ഫെല്ലിനിയുടെ ആദ്യ ചിത്രം കൂടിയാണിത്. ഫെഡറിക്കോ ഫെല്ലിനി സഹരചനയും സംവിധാനവും നിർവഹിച്ച് 1957 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ കോമഡി നാടക ചലച്ചിത്രമാണ് നൈറ്റ്സ് ഓഫ് കാബിരിയ. റോമിൽ താമസിക്കുന്ന ദയയുള്ള ലൈംഗിക തൊഴിലാളിയായ കബീരിയയായി ജൂലിയറ്റ മസീനയെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു. ഫെല്ലിനിയുടെ ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തന്നെ സമീപിക്കുന്നവർ എല്ലാവരും തന്നെ ചൂഷണം ചെയ്യുന്നു എന്നറിഞ്ഞ് അതിൽ വിലപിക്കുന്ന, വേദനിക്കുന്ന, നല്ല ജീവിതം സ്വപ്നം കാണുന്ന കബീരിയ. സിനിമ മുഴുവനും അവളുടെ ജീവിതത്തിലെ ചെറു പ്രതീക്ഷകൾ, വഞ്ചനകൾ, ആത്മാഭിമാനം, ഒടുവിൽ ആത്മീയ ഉണർവ് എന്നിവയാണ്. ഇഷ്ടപ്പെടുന്ന ഒരാൾ അവളെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതും അതിൽ നിന്ന് അവൾ രക്ഷപ്പെടുന്നിടത്തുമാണ് ചിത്രം ആരംഭിക്കുന്നത്. ചെറുതെങ്കിലും സ്വന്തമായുള്ള വീട്ടിൽ വളരെ അഭിമാനബോധത്തോടെയാണ് അവൾ ജീവിക്കുന്നത്. വേദനകളും ദുരന്തങ്ങളും അവളെ പിന്നെയും വേട്ടയാടുന്നുണ്ട്. ഒരു രാത്രി വഴിയിലുണ്ടായ സംഘർഷത്തിൽ നിന്ന് അവൾ രക്ഷപ്പെടുന്നു. അപ്പോൾ ഒരു സിനിമാ താരവുമായി അവൾ പരിചയപ്പെടുന്നു. താരം തന്റെ പ്രിയതമയുമായി വഴക്കിട്ട് അവളെ പുറത്താക്കിയ സമയമായിരുന്നു അത്. അയാൾ കബീരിയെ ഒരു ആഡംബര വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷെ താരത്തിന്റെ പഴയ പ്രണയിനി തിരികെ വരുമ്പോൾ കബീരിയെ അപമാനത്തോടെ പുറത്താക്കുന്നു. അഭിമാനത്തിന് മുറിവേറ്റ അവൾ വീണ്ടും തകർന്നു പോകുന്നു. വിശ്വസിച്ച് അവൾ നല്ലൊരു ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഉടനെ അത് ലഭിക്കുന്നില്ലെങ്കിലും താമസിയാതെ അവൾ ഓസ്കർ എന്ന യുവാവിനെ കണ്ടുമുട്ടുന്നു. സൗമ്യനായി സത്യസന്ധനായി തോന്നുന്ന ഓസ്കർ അവളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ നൽകുന്നു. അവൻ അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. കബീരിയ അത്യന്തം സന്തോഷിക്കുന്നു. അവളുടെ മുഴുവൻ സമ്പാദ്യവും വീട് ഉൾപ്പെടെ വിറ്റ് പണമൊക്കെ കരുതി പുതിയൊരു ജീവിതം തുടങ്ങാൻ അവൾ തയ്യാറെടുക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നു. വനത്തിനിടയിൽ ഓസ്കർ തനി രൂപം പുറത്തെടുക്കുന്നു. അവളുടെ കയ്യിലുള്ള പണമെടുത്ത് അവളെ കൊലപ്പെടുത്തണമെന്ന് പോലും തീരുമാനിക്കുന്നു. അവസാനം അവളെ കൊല്ലാതെ പണം മാത്രം എടുത്ത് അവളെ ഉപേക്ഷിക്കുന്നു. കബീരിയ വീണ്ടും തകർന്നു പോകുന്നു. ജീവിതത്തിൽ അവൾ നേരിട്ട അടുത്ത വഞ്ചന. നിസ്സംഗയായി ഇരുണ്ട കാട്ടിലൂടെ നടക്കുമ്പോൾ വഴിയരികിൽ സംഗീതവും യുവജനങ്ങളുടെ ആഘോഷവും അവൾ കാണുന്നു. അവർ സന്തോഷത്തോടെ പാട്ടുപാടി നൃത്തം ചെയ്ത് നീങ്ങുന്നു. തുടർച്ചയായ വഞ്ചനകളിലൂടെ ജീവിതം തിരിച്ചറിഞ്ഞ് കബീരിയ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നു. കബീരിയയുടെ മുഖത്ത് കണ്ണുനീർ പൊഴിയുന്നു. പക്ഷെ ആ കണ്ണുനീരിനിടയിലും അവളുടെ അധരങ്ങൾ ചെറുസ്മിതം വിടർത്തുന്നു. ചിത്രം അവസാനിക്കുമ്പോൾ ജീവിതം വേദനിപ്പിക്കും, പക്ഷെ ഞാൻ അടങ്ങില്ല എന്നൊരു സൂചന പോലെ അവൾ ലോകത്തെ നോക്കുന്നത് പോലെ ക്യാമറയിൽ നോക്കി പുഞ്ചിരിക്കുന്നു. 1960 പുറത്തിറങ്ങിയ ഫെല്ലിനിയുടെ മറ്റൊരു ഇതിഹാസ ചിത്രമാണ് ലാ ഡോൾസ് വിറ്റ. ചിത്രം ഒരൊറ്റ കഥയായി അല്ല അവതരിപ്പിക്കുന്നത്, മറിച്ച് 7 എപ്പിസോഡുകളായും ഇടയ്ക്കുള്ള സംഭവങ്ങളായും മാർസെല്ലോ റുബീനി എന്ന പത്രപ്രവർത്തകന്റെ ജീവിതത്തിലെ ഏതാനും ദിവസങ്ങളായാണ് കാണിക്കുന്നത്. റോം നഗരം 1960കളിലെ റോമൻ അധോലോക നഗരം, ആത്മീയ ശൂന്യത, ആഘോഷങ്ങൾ എന്നിവയുടെ മിശ്രിതമാണ് ഈ ചിത്രം. റോം നഗരത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പറത്തുന്ന യേശുക്രിസ്തുവിന്റെ വലിയ പ്രതിമയായ മാർസെല്ലോയും സഹപ്രവർത്തകനും പിന്തുടരുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത്. റോമിലെ ആത്മീയതയും വ്യാജ റോം തമ്മിലുള്ള സംഘർഷം സൂചിപ്പിക്കുന്ന മനോഹര ദൃശ്യം തന്നെയാണിത്. സമ്പന്നനായ മാർസെല്ലോ റോമിലെ ഹൈ ക്ലാസ് നൈറ്റ് സ്ട്രീറ്റിലൂടെ നടക്കുന്നിടത്താണ് എപ്പിസോഡ് 1 ആരംഭിക്കുന്നത്. അവിടെ അയാൾ സമ്പന്നയും സുന്ദരിയുമായ മഡലീനയെ കണ്ടുമുട്ടുകയും തുടർന്ന് ഇരുവരും നൈറ്റ് ക്ലബിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ ഇന്റിമസി ആരംഭിക്കുന്നു. പാർട്ടി കഴിഞ്ഞ് ഇരുവരും ഒരു ടാക്സി എടുത്ത് ഒരു ഒഴിഞ്ഞ വേശ്യാലയത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മാർസെല്ലോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എമ്മ എന്ന പെൺകുട്ടി നിരന്തരം ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും മാർസെല്ലോ അത് അവഗണിക്കുന്നു. അയാൾ മഡലീനയുമായുള്ള കാമപൂർത്തീകരണത്തിന്റെ തിരക്കിലാണ്. പിറ്റേന്ന് മഡലീന അയാളെ വിട്ടുപോകുന്നു. അവൾക്കത് എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസം മാത്രമാണ്. പിറ്റേന്ന് ഹോട്ടൽ മുറിയിൽ എമ്മയെ കണ്ടുമുട്ടുന്ന മാർസെല്ലോ അസംതൃപ്തിയും കുറ്റബോധവും നിമിത്തം വളരെ പരുക്കനായി അവളോട് ഇടപെടുന്നിടത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പ്രേമവും കാമവും തമ്മിലുള്ള വൈരുദ്ധ്യം, അതിന്റെ ഏറ്റുമുട്ടൽ, ഇതെല്ലാമാണ് ഈ എപ്പിസോഡിൽ മുഴുവൻ. അമേരിക്കൻ സിനിമാ താരമായ സിൽവിയ റോമിൽ വന്നിറങ്ങുന്നതും പാപ്പരാസികൾ അവരെ വളയുന്നതുമാണ് രണ്ടാമത്തെ എപ്പിസോഡിന്റെ ആരംഭം. അത്യന്തം ഗ്ലാമറസ് ആയ സിൽവിയയെ മാർസെല്ലോ നൈറ്റ് ക്ലബിൽ കണ്ടുമുട്ടി അവളോടൊപ്പം രാത്രി യാത്ര ചെയ്ത് റോം നഗരം ചുറ്റിക്കാണുന്നു. നഗരമധ്യത്തിലെ ട്രെവി ഫൗണ്ടൻ കണ്ട് മതിമറന്ന് സിൽവിയ അതിലേക്ക്
കറുത്ത ഗൗണും അണിഞ്ഞ് ഇറങ്ങുന്നു. മാർസലോയും അവളെ പിന്തുടർന്ന് ഇറങ്ങുന്നു. ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സ്വപ്നതുല്യവും കാവ്യാത്മകവും രതിജന്യവുമായ രംഗമാണ് അവിടെ പിറന്നത്. എന്നാൽ ആത്മീയത, ആവേശത്തിന്റെ അതിർവരമ്പ് കടന്നു പോകുന്ന മാതിരി മാർസലോ അവളെ ചുംബിക്കുന്നതിന് തൊട്ടു മുൻപ് പള്ളിമണി മുഴങ്ങുന്നു. മറ്റൊരു വിലങ്ങ് തടി പോലെ സിൽവിയയുടെ പ്രതിശ്രുത വരൻ റോബർട്ടോ അവിടെ എത്തി അവളോട് കോപിക്കുന്നിടത്ത് മാർസലോ വീണ്ടും ഒറ്റപ്പെടുന്നു. നിരർത്ഥക ജീവിതത്തിൽ ഉഴറി നടക്കുന്ന മാർസലോ തന്റെ പഴയ സുഹൃത്തായ സ്റ്റെയ്നറെ കണ്ടുമുട്ടുന്നിടത്താണ് 3-ാം എപ്പിസോഡ് ആരംഭിക്കുന്നത്. തത്വചിന്തകനും ബുദ്ധിജീവിയുമായ സ്റ്റെയ്നർ ജീവിത നിലവാരത്തിൽ വെറും ഒരു ഗോസിപ്പ് പത്രപ്രവർത്തകനായ തന്നെക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് മാർസലോ മനസ്സിലാക്കുന്നു. കഴിവും സ്ഥിരതയും നിലനിർത്താൻ പരിശീലിക്കണമെന്ന് മാർസലയോട് ഒരു ആത്മീയ ഗുരുവിനെ പോലെ സ്റ്റെയ്നർ ഉപദേശിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം സ്റ്റെയ്നർ തന്റെ കുട്ടികളെ കൊന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ട് മാർസലോ ഞെട്ടിത്തരിക്കുന്നു. വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ജീവിതങ്ങളും അന്തർചിത്രങ്ങൾ നിറഞ്ഞതാണെന്ന സത്യം മാർസലോയും പ്രേക്ഷകരും തിരിച്ചറിയുന്നു. 4-ാം എപ്പിസോഡ് പ്രതിപാദിക്കുന്നത് മാർസലോ കടൽ തീരത്ത് കണ്ടുമുട്ടുന്ന എന്നാൽ തനിക്ക് അപ്രാപ്യമായ നന്മയും സത്യസന്ധതയും നിറഞ്ഞ പൗല എന്ന പെൺകുട്ടിയെ കുറിച്ചാണ്. 5-ാം എപ്പിസോഡിൽ കൊട്ടാര സദൃശ്യമായ ഒഴിഞ്ഞ മുറികളുള്ള വീട്ടിൽ അരിസ്റ്റോക്രാറ്റുകൾ നിറഞ്ഞ വിരുന്നു സൽക്കാരത്തിൽ മാർസലോയും മഡലീനയും കണ്ടുമുട്ടുന്നു. കാമകേളികളിൽ കുടുങ്ങി പിറ്റേന്ന് പുലർച്ചെ ജീവിത ശൂന്യതാബോധത്തിൽ മാർസലോ വീണ്ടും അകപ്പെടുന്നു. 6-ാം എപ്പിസോഡ് മുഴുവൻ പ്രതിപാദിക്കുന്നത് വാണിജ്യവൽക്കരിക്കപ്പെട്ട മതത്തെക്കുറിച്ചാണ്. ഗ്രാമത്തിലെ 2 കുട്ടികൾ ഒരിടത്ത് വിർജിൻ മേരി പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നതും അത് കേട്ട് ഹിസ്റ്റീരിക്കായ ഒരു ജനക്കൂട്ടം രോഗശാന്തി തേടി അവിടെ എത്തുന്നതും അത് വലിയ വാർത്തയാകുന്നതും മാർസലോ ആ വാർത്തയുടെ പിന്നാലെ പോയി അതിന്റെ പൊള്ളത്തരം തിരിച്ചറിയുന്നതുമാണ് ഇതിവൃത്തം. തികച്ചും കാലത്തിന് മുന്നേ സഞ്ചരിച്ച പ്രമേയം. 7-ാം എപ്പിസോഡും അവസാന ഭാഗവും തികച്ചും അർത്ഥപൂർണവും ഉദ്വേഗജനകവുമാണ്. ഒരു കടൽ തീരത്തെ നിശാ ക്ലബിൽ ആടിത്തിമർത്ത് അധപ്പതിച്ച കൂട്ടുകാരോടൊപ്പം കഴിയുന്ന മാർസലോ പിറ്റേന്ന് കടൽ തീരത്ത് അർത്ഥം നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ പ്രതീകമെന്നോണം ചത്തുമലച്ച വലിയ ഒരു മീനിനെ കൊണ്ടുവരുന്ന മുക്കുവരെ കാണുന്നു. കടൽ തീരത്ത് 4-ാം എപ്പിസോഡിൽ നമ്മൾ കണ്ട നന്മയുടെയും സത്യസന്ധതയുടെയും പ്രതീകമായ പൗല എന്ന പെൺകുട്ടിയെ മാർസലോ കാണുന്നു. അവൾ കൈകാട്ടി നന്മയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്തെല്ലാമോ പറയുന്നുണ്ടെങ്കിലും കടലിന്റെ ഇരമ്പം കാരണം മാർസലോ അത് തിരിച്ചറിയുന്നില്ല. അയാൾ അധപ്പതിച്ച തന്റെ കൂട്ടുകാരോടൊപ്പം തിരിഞ്ഞു നടക്കുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. ജീവിതത്തിന്റെ അകമ്പൊരുൾ തേടിയുള്ള ഒരു ഗോസിപ്പ് എഴുത്തുകാരന്റെ യാത്രയാണ് ഉടനീളം. കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന നന്മ തിരിച്ചറിയപ്പെടാതെ തെറ്റുകളിലേക്കും കൺഫ്യൂഷനുകളിലേക്കും വഴി തുറക്കുന്ന മനുഷ്യ ജീവിതങ്ങളെക്കുറിച്ചുള്ള ചിത്രം. ഫെല്ലിനിയുടെ ചിത്രങ്ങൾ പൊതുവിൽ സമൂഹത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ അപൂർണനാണ്, അതാണ് അവന്റെ സൗന്ദര്യം. അല്ലെങ്കിൽ സമൂഹം ഒരു നാടകവേദിയാണ്, അതിൽ ചലിക്കുന്ന ചില അപൂർണതയുടെ പ്രതീകങ്ങളാണ് മനുഷ്യർ. ആ കഥാപാത്രങ്ങൾ എടുത്തണിയുന്ന ചില മുഖംമൂടികളാണ് സഭ, കുടുംബം, രാഷ്ട്രീയം, ലൈംഗികത, നൈതികത തുടങ്ങിയവ. ഉത്തരം കണ്ടെത്തൽ അല്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് കല എന്ന് വിശ്വസിച്ച അതുല്യനായ ചലച്ചിത്രകാരൻ. ഫെല്ലിനി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതുപോലെ അയാളുടെ ബാല്യമായിരുന്നു അയാളുടെ സിനിമകളുടെ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പിറന്ന സിനിമകളുടെ വിമർശകരെ അദ്ദേഹം ഒരിക്കലും വിമർശിച്ചിരുന്നില്ല. ആ വിമർശകരെ പോലും തന്റെ തന്നെ ആത്മകഥാംശമുള്ള 8.5 എന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങളായി കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ നിങ്ങളുടെ സിനിമയിൽ അർത്ഥമില്ല എന്ന്, തികച്ചും ശൂന്യമായ ഒരു സിനിമയാണ് നിങ്ങളുടേതെന്ന് ഡയലോഗ് പറയിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. 8.5 എന്ന സിനിമ ഏതാണ്ട് സിനിമാ സംവിധായകന്റെ കഥയെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് അതിലെ പ്രധാന കഥാപാത്രമായ ഗിഡോയെ അദ്ദേഹം രൂപപ്പെടുത്തിയത്. 8.5 എന്ന സിനിമ സംവിധാനം ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ അത് നിർമ്മാതാക്കളോട് ഒരു അപൂർണമായ സയൻസ് ഫിക്ഷൻ കഥ എന്ന് ഫെല്ലിനി പറഞ്ഞിരുന്നു. എന്നാൽ സെറ്റ് വർക്കുകളെല്ലാം പണി തീരുമ്പോഴും കഥ പൂർണ്ണമായിരുന്നില്ല. ഈ യാഥാർത്ഥ്യം തന്നെയായിരുന്നു 8.5 എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തെ പ്രമേയവും. അതാണ് ഏറ്റവും രസകരമായ വസ്തുത. സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന സങ്കല്പത്തിന് വിത്ത് പാകിയ ഒരു ചിത്രം കൂടിയായി പിന്നീട് ആ സിനിമ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ അവസാന ഭാഗത്തെ സർക്കസ് സീനിൽ സംവിധായകനായ ഗിഡോ തന്റെ ബാലതാരമായ കുഞ്ഞു ഗിഡോയെ കൈപിടിക്കുമ്പോൾ കലാകാരൻ ദൈവമല്ല, കുട്ടിത്തം നിറഞ്ഞ അപൂർണനായ മനുഷ്യൻ തന്നെയാണെന്നാണ് അദ്ദേഹം ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഫെല്ലിനി എന്ന വിഖ്യാതനായ ചലച്ചിത്രകാരൻ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, അതിൽ ഇടപഴകുന്ന, അതിനോട് ലയിക്കുന്ന നൃത്ത ചുവടുകളുമായി മുന്നോട്ടു പോവുക എന്ന പ്രഖ്യാപനം നടത്തിയ ദാർശനികനായ ആ ബോധമുണ്ടായിരുന്ന ഫെല്ലിനി എന്ന സമാനതകളില്ലാത്ത ചലച്ചിത്ര പ്രതിഭയ്ക്ക് മുന്നിൽ തൊഴുകൈകളോടെ അഭിവാദ്യങ്ങൾ.